നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രശസ്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 5 മണിയോടെ വിടവാങ്ങുന്നത് ഇടയ്ക്കവാദനത്തിൽ തൻ്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവ പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭ. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ചെറുവത്തൂർ ഗ്രൗണ്ടിലെ നവകേരള സദസ്സിന് വേദിയായ പന്തൽ ശക്തമായ കാറ്റിൽ നിലംപൊത്തി. അപകടത്തിൽ 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ഭക്തി പുരസ്സരം കുചേല ദിനാചരണം. അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും ഭഗവാനെ പന്തിരടി പൂജയ്ക്ക് നിവേദിച്ചു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി പോലീസ് തല്ലിച്ചതയ്ക്കുന്നുവെന്ന് കോൺഗ്രസ്. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. പ്രശസ്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അർബുദബാധിതനായ അദ്ദേഹം ഒരാഴ്ചയോളമായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. ഇടയ്ക്ക വിദ്വാനായ തിച്ചൂർ മോഹനൻ 45 വർഷത്തോളമായി തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മടത്തിൽ വരവിൽ ഇടയ്ക്കയിൽ പ്രധാനിയാണ്. പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടയ്ക്കയിൽ കേരളത്തിലെ പ്രധാനിയാണ് തിച്ചൂർ മോഹനൻ. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ പ്രശസ്ത വാദ്യകലാകാരന്മാർക്കൊപ്പം പഞ്ചവാദ്യത്തിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. വീരശൃംഖല നൽകി ജന്മനാട് തിച്ചൂർ മോഹനനെ ആദരിച്ചിരുന്നു. വിജയലക്ഷ്മിയാണ് ഭാര്യ. മകൻ കാർത്തികേയൻ. സംസ്കാരം നാളെ വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ഇടയ്ക്കവാദനത്തിൽ തൻ്റെതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവ പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ. ഇടയ്ക്കയിൽ ഏകലവ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികൾക്ക് പ്രചോദനകരമായിരുന്നു. റഷീദ് രൂപപ്പെടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 4.5 പതിറ്റാണ്ടോളം കേരളത്തിലെ ഉത്സവ പറമ്പുകളെ ഇടയ്ക്കനാദം കൊണ്ട് കോരിത്തെരിപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ. ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തു പറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് പറയപ്പെടേണ്ട പ്രത്യേകത. കിള്ളിക്കുരിശുമംഗലം കേപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പൊതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെയും മകനാണ് തിച്ചൂർ മോഹനൻ. തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തിരത്തിന് അമ്മാവനായ പ്രശസ്ത ചെണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പൊതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദ്യകലാരംഗത്തേക്ക് കടന്നുവന്നത്. 9ാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പകക്കുട്ടി പ്രശസ്തി നേടി. തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും, പുതുക്കാട് കൊച്ചന്മാരാർ, വെള്ളിത്തിരുത്തി കുട്ടിക്കൃഷ്ണൻ നായർ, അന്നമനട പരമേശ്വരൻ മാരാർ എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ചു. പൂക്കാട്രി ദിവാകര പൊതുവാളിന്റെ കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി. എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തിച്ചൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത്. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തിച്ചൂർ മോഹനൻ ഇടയ്ക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട്. പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടയ്ക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു തിച്ചൂർ മോഹനൻ. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ 45 വർഷത്തോളമായി ഇടയ്ക്കയിൽ പ്രധാനിയാണ് ഇദ്ദേഹം. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾക്ക് ഇദ്ദേഹം അർഹനായിട്ടുണ്ട്. കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണ മുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട്. 2009 ജന്മനാട് വീരശൃംഖല നൽകി തിച്ചൂർ മോഹനനെ ആദരിച്ചു. ഇടയ്ക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദ്യപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപാട് കലാകേരളത്തിന് തീരാ നഷ്ടമാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ചെറുവത്തൂർ ഗ്രൗണ്ടിലെ നവകേരള സദസ്സിന് വേദിയായ പന്തൽ നിലംപൊത്തി. ശക്തമായ കാറ്റിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു പന്തൽ നിലംപൊത്തിയത്. അപകടത്തിൽ 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി. നഗരസഭാ അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതയ്ക്കുന്ന പോലീസ് നടപടിക്കെതിരെന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. വിശദാംശങ്ങളിലേക്ക്.
കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരകേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കാണാൻ ഒരു നോക്ക് കാണാൻ, അത് അവർ മാത്രമല്ല, കണ്ണൂരെ ഒരു സ്കൂളിലെ 3ാം ക്ലാസ്സിലെ കുട്ടികളെ വെയിലത്ത് കൊണ്ട് നിർത്തിയില്ലേ, എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയണം അവർ കാണാൻ കൊതിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ബാലമന്ത്രി പറഞ്ഞത് ഇത് എല്ലാവരും കൂടി ഇനി മ്യൂസിയത്തിൽ ഉണ്ടാവും. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ബിജോയ് ബാബു, CI ഇ.ടി. മാത്യു, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വാസു കോട്ടോൽ, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജയശങ്കർ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കവിത പ്രേമരാജ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു C. ബേബി, AP ബെന്നി, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് കൌൺസിലർമാർ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കടിക്കാട് നിന്ന് ആരംഭിച്ചു. പനന്തര സെന്ററിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. ആ 2 രൂപ എന്തിന് പ്രതിപക്ഷത്തിനും ഈ രാജ്യത്തെ ജനങ്ങളും കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ മുഴുവൻ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. 5 മാസമായി രാജ്യത്തെ പാവപ്പെട്ട പെൻഷൻ ഇത് കണ്ണൂരിലെ ഡിവൈഎഫ്ഐക്കാര് യൂത്ത് കോൺഗ്രസ് അടിച്ചിട്ടുകൊണ്ട് അടിച്ചിട്ട് പോലീസ് കൂട്ടുനിൽക്കുകയാണ്. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫസ്ലുൽ അലി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, നേതാക്കളായ മൂസ ആലത്തയിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, KP ഉമ്മർ, IP രാജേന്ദ്രൻ, PK ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിന് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഷർബന്യൂസ്, അബൂബക്കർ കുന്നക്കാടൻ, ഹസൻ തെക്കേപ്പാട്ടയിൽ, രാമദാസ്, P രാജൻ, ദേവാനന്ദൻ, യൂസഫ് മന്നലാംകുന്ന്, ടിപ്പു ആറ്റുപുറം, നിസാർ ബദർപള്ളി, ധർമ്മൻ, സലീൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് എരുമപ്പെട്ടി ഫൊറോന പള്ളിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ചു. സ്കൂളിന് മുന്നിൽ വെച്ച് SI K അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളോടൊപ്പം ചേർന്നുകൊണ്ട് കാക്കിയിട്ട പിണറായി വിജയന്റെ പോലീസ് ഗുണ്ടകൾ കല്ല്, അതുപോലെ തന്നെ കുറുവടി ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ മൃഗീയമായി തല്ലിച്ചതച്ചുകൊണ്ട് പിണറായി വിജയനെ ഓശാന പാടിക്കൊണ്ട് പിണറായി വിജയന്റെ ഗുഡ്ബുക്കിൽ കയറി പറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷനായി. സെക്രട്ടറി PS സുനീഷ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR രാധിക, സ്മിത മുരളി, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK ശ്യാംകുമാർ, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ, MM സലീം, MK ജോസ്, PP യേശുദാസ്, NK കബീർ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, സലാം വലിയകത്ത്, സജീവ് ചാത്തനാത്ത, വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി V വേണുഗോപാൽ നിർവഹിച്ചു. റോഡിൽ ഇരുന്ന് പ്രതിഷേധിച്ച ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലിയെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുമായി ഉന്തും തള്ളും നടന്നു. 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റുമാരായ MM ഷംസുദ്ദീൻ, BV ജോയ്, ആൻഡോ ലിജോ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, വിമല സേതുമാധവൻ, മീര ജോസ്, അനീഷ ശങ്കർ, കോൺഗ്രസ് നേതാക്കളായ ജോയ് ചെറിയാൻ, ജെയ്സൺ ചാക്കോ, ജെറോം ബാബു, ഷാജു തരകൻ, AM മൊയ്തീൻ, വർഗീസ് മാനത്തിൽ, AT ആൻഡോ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. AL അരുൺ, ബെർട്ടിൻ ചെറുവത്തൂർ, CD ആൻഡോ, CA പീറ്റർ, പ്രസാദ് വാഗ, TK സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിൽ കുന്നംകുളം തിരുത്തിക്കാട് യുവാവിന് കുത്തി പരിക്കേൽപ്പിച്ചു. കണ്ടിട്ട് വീട്ടിൽ 18 വയസ്സുള്ള അർജുനാണ് കുത്തേറ്റത്. കിഴൂർ സ്വദേശി അമലാണ് തന്നെ ആക്രമിച്ചതെന്ന് അർജുൻ പറഞ്ഞു. കിഴൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെയാണ് തിരുത്തിക്കാട് വെച്ച് അമൽ അർജുനെ ആക്രമിച്ചതെന്ന് പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ അർജുൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുചേല ദിനത്തിൽ അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ഭക്തർ അവിൽപ്പൊതികളുമായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു.
ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും ഭഗവാന് പന്തീരടി പൂജയ്ക്ക് നിവേദിച്ചു. നാളികേരം, ശർക്കര, നെയ്യ്, ജീരകം എന്നിവ ചേർത്ത 3.5 ലക്ഷത്തോളം രൂപയുടെ അവിലാണ് കുഴച്ച് തയ്യാറാക്കിയത്. ഗുരുവായൂരപ്പന് നിവേദിച്ച അവിൽ ഭക്തർക്ക് പ്രസാദമായി നൽകി. അത്താഴപൂജയ്ക്കും ഭഗവാന് അവിൽ നിവേദിച്ചു. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിൽ കുചേലദിനം ആചരിക്കുന്നത്. കുചേലദിനത്തോടനുബന്ധിച്ച് ഭക്തർ കുചേലന്റെയും കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷമണിഞ്ഞ് ദർശനത്തിനെത്തി. വേഷധാരികളോടൊപ്പം സെൽഫി എടുക്കാൻ ഭക്തർ തിക്കിത്തിരക്കി. കുചേലദിനത്തിന്റെ ഭാഗമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ സ്മാരക സമിതിയുടെ കഥകളി സംഗീതം നടന്നു. വൈകിട്ട് നടി ദിവ്യ ഉണ്ണിയുടെ നൃത്തങ്ങൾ അരങ്ങേറി. രാത്രി കുചേലവൃത്തം കഥകളിയും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. കരാർ പ്രകാരമുള്ള പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടും പണം നൽകാത്തതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നായരങ്ങാടി ഞമലങ്ങാട് സ്വദേശികളായ തൈപ്പറമ്പിൽ സുലൈമാൻ, ഭാര്യ സൽമ, മകൻ സുമീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മല്ലാട് സ്വദേശിയുടെ വീട്ടിൽ പൂന്തോട്ട നിർമ്മിതിക്കും മുറ്റത്ത് അലങ്കാര പണികൾക്കുമായി സുമീർ കരാർ എടുത്തിരുന്നു. പണി പൂർത്തിയാക്കിയ ശേഷം തുക ചോദിച്ചതിനെ തുടർന്ന് ഉണ്ടായ തർക്കങ്ങളാണ് സംഘടനത്തിൽ കലാശിച്ചത്. പോലീസിൽ പരാതി നൽകി. ഞാൻ രാജ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ മോന് ഒരു പണി കോൺട്രാക്ട് എടുത്തിട്ട് പൈസ കൊടുക്കാണ്ട് അവർക്ക് കളിപ്പിച്ച് കുറെ ദിവസം എന്റെ മോനിട്ടിട്ട് ഇടങ്ങറാക്കുന്നു. അവസാനം കാലം ഞാനും എന്റെ മോനും വിളിച്ചിട്ട് രാവിലെ പൈസ തരാത്ത എന്താ പോയി ചോദിച്ചതിന് എന്റെ മോനെ അവരടിച്ച് മൂക്കിന്റെ പാലടിച്ച് പൊട്ടിച്ച് ചോരൊക്കെ വന്ന് അടിക്കുന്നത് കണ്ടപ്പോ ഞാൻ പിടിക്കാൻ ചെന്നപ്പോ എന്റെ തലക്കടിച്ച് എന്റെ വിരലൊക്കെ പിടിച്ച് പൊട്ടിച്ച്. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി എ ജയകൃഷ്ണൻ ചുമതലയേറ്റു. ബുധനാഴ്ച രാവിലെ മുതിർന്ന ഭരണസമിതി അംഗം CA ഗോപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ജയകൃഷ്ണൻ പ്രസിഡന്റായി ചുമതലയേറ്റത്. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് CPIM പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 13-അംഗ ഭരണസമിതിയിലേക്കാണ് CPIM പ്രതിനിധികളായ UM ഗോപകുമാർ, CJ ജിതിൻ, KL ജോജുമോൻ, CL ജോസഫ്, PC രതീഷ്, PS രാജു, KA ഷിനാസ്, PA സജി എന്നിവർ ജനറൽ വിഭാഗത്തിലും, ഷീബ ശിവരാമൻ, സബിത ഉണ്ണികൃഷ്ണൻ, P സുമതി എന്നിവർ വനിതാ വിഭാഗത്തിലും, A ജയകൃഷ്ണൻ നിക്ഷേപക വിഭാഗത്തിലും, CA ഗോപി പട്ടികജാതി വിഭാഗത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ബുധനാഴ്ച രാവിലെ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയകൃഷ്ണന്റെ പേര് CA ഗോപി നിർദ്ദേശിക്കുകയും PC രതീഷ് പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് ജയകൃഷ്ണൻ പ്രസിഡന്റായി ചുമതലയേറ്റു. ചൊവ്വല്ലൂർ, കരിയന്നൂർ, കണ്ടാണശ്ശേരി, അരിയന്നൂർ, പയ്യൂർ, കൂനമുച്ചി, തായങ്കാവ്, വെട്ടുകാട്, ചിറപ്പറമ്പ്, ചോട്ടിലപ്പാറ, തൂവാനൂർ, പാറന്നൂർ തുടങ്ങിയ മേഖലകളാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത്. കൂനമുച്ചിയിലെ ഹെഡ് ഓഫീസിനു പുറമെ ചൂണ്ടൽ, ചൊവ്വല്ലൂർ, തൂവാനൂർ എന്നിവിടങ്ങളിൽ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 6000-ഓളം അംഗങ്ങൾ ഉള്ള സംഘത്തിന് 105 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തന മൂലധന ശേഖരമാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ സഹകരണ വകുപ്പ് സോഷ്യൽ സെയിൽ ഓഫീസർ ജിൻസി ജോസ് വരണാധികാരിയായി. CCTV ന്യൂസ്, കേച്ചേരി. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ ജയകൃഷ്ണനെയും ഭരണസമിതി അംഗങ്ങളെയും അനുമോദിച്ചു. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം കുന്നംകുളം ഹൌസിംഗ് സഹകരണ സംഘം മുൻ പ്രസിഡന്റും CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറിയുമായ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് MB പ്രവീൺ അധ്യക്ഷനായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, മുൻ ഡയറക്ടറും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ ഉഷ പ്രഭുകുമാർ, ബാങ്ക് സെക്രട്ടറി KJ ബിജു, സ്റ്റാഫ് പ്രതിനിധി CD വാസുദേവൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജയകൃഷ്ണനെ MN സത്യൻ പൊന്നാടയണിയിച്ചു. MB പ്രവീൺ ബൊക്കെ കൈമാറി. ജനപ്രതിനിധികൾ, മുൻ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയുടെ ഭാഗമായുള്ള സംഗീതോത്സവം ആരംഭിച്ചു. 40ാം സംഗീതോത്സവം ഡോക്ടർ സദനം ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണ നായർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് TK ശിവൻ, ദേവസ്വം ഓഫീസർ PB ബിജു, പബ്ലിസിറ്റി ചെയർമാൻ PC അബാൽമണി, എക്സിക്യൂട്ടീവ് അംഗം KM നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൈഷ്ണവ് ഗിരീഷിന്റെ സംഗീത കച്ചേരി അരങ്ങേറി. ഡിസംബർ 23-നാണ് പ്രസിദ്ധമായ നെല്ലുവായ് വൈകുണ്ഠ ഏകാദശി.
പഴഞ്ഞി മങ്ങാട്ടും തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം വിളക്ക് പന്തലിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. 12 മണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ഊട്ടുപുരയിൽ നടന്ന അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് 7 മണിക്ക് അരുവായി ചെറുവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് താലമേന്തിയ മാളികപ്പുറങ്ങൾ, ചിന്തുപാട്ട്, കാവടി, നാദസ്വരം, പഞ്ചവാദ്യം, ഗജവീരൻ എന്നിവ അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിൽ സമാപിച്ച ശേഷം അന്നദാനം, പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചൽ, കനൽച്ചാട്ടം, അയ്യപ്പൻ വാവർ സംവാദം, വെട്ട്, തട എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ദേശവിളക്കിന് സമാപനമായി. ചെറുമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയും സംഘവും വിളക്ക് യോഗക്കാരായി. ദേശവിളക്ക് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. 1 വർഷം കൊണ്ട് 1 കോടി രൂപയുടെ വരുമാനം സ്വന്തമാക്കി ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ കുടുംബശ്രീ നഗര ഉപജീവന കേന്ദ്രം. 1,01,17,562 രൂപയാണ് 1 വർഷം ഇവിടെ വരുമാനമായി ലഭിച്ചത്. പ്രസാദ് പദ്ധതിയിൽ 7 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച അമ്യൂണിറ്റി സെന്ററിലാണ് ഉപജീവന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പ്രതിമാസ വരുമാനത്തിന്റെ 50% കുടുംബശ്രീക്കും 50% നഗരസഭയ്ക്കുമാണ്. 2022 നവംബർ 17-നാണ് നഗര ഉപജീവന കേന്ദ്രം പ്രവർത്തനം തുടങ്ങിയത്. വനിതകൾക്ക് പ്രാദേശികമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കി വരുമാനം നേടാൻ സഹായിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിൽ 3 ഷിഫ്റ്റിലായി 32 വനിതകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ക്ലോക്ക് റൂം, 32 പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡോർമെട്രി, ഫ്രഷപ്പ് സൗകര്യങ്ങൾ, 40 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, വിശ്രമസ്ഥലം എന്നിവയുമുണ്ട്. 40 ശുചിമുറികളും 8 ഡ്രസ്സിംഗ് റൂമുകളുമുണ്ട്. രാത്രിയിൽ ഹാളിൽ വിരിയും തലയണയും നൽകും. ഇതോടൊപ്പം ഇവന്റ് മാനേജ്മെന്റും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സിഗ്നേച്ചർ ഷോപ്പുമുണ്ട്. 4 വനിതകൾ ചേർന്ന് നടത്തുന്ന ലഘു ഭക്ഷണശാലയും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഉപജീവന കേന്ദ്രത്തിന്റെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ കിഴക്കേനടയിലെ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനവും നഗരസഭ കുടുംബശ്രീയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തന മൂലധനമായ 5 ലക്ഷം രൂപ കണ്ടെത്തിയത് നഗര ഉപജീവന കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ നിന്നായിരുന്നു. 45 വനിതകൾക്കാണ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ജോലി ലഭിച്ചിട്ടുള്ളത്. നഗരമേഖലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മെച്ചപ്പെട്ട പരിശീലനവും തൊഴിലും വരുമാന മാർഗങ്ങളും ഉറപ്പുവരുത്തുകയാണ് ഉപജീവന കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു. പ്രസാദ് പദ്ധതിയിൽ നിർമ്മിച്ച അമ്യൂണിറ്റി സെന്ററിന്റെയും ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും നടത്തിപ്പ് കുടുംബശ്രീക്ക് കൈമാറാനുള്ള നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം ശരിയാണെന്ന് ഇവരുടെ പ്രവർത്തനം തെളിയിച്ചത് എന്നും ചെയർമാൻ പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേരള NGO യൂണിയൻ കുന്നംകുളം ഏരിയ ജനറൽ ബോഡി യോഗം ചേർന്നു. കുന്നംകുളം മിനി ടൗൺ ഹാളിൽ ചേർന്ന യോഗം NGO സംസ്ഥാന കമ്മിറ്റി അംഗം N സിന്ധു ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KR പ്രേംരാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് CS രഘുനന്ദനൻ അധ്യക്ഷത വഹിച്ചു. പെട്രോൾ പമ്പിലെ കുടിശ്ശിക നൽകിയില്ല. കുന്നംകുളം നഗരസഭയിൽ ദൈനംദിന പ്രവർത്തികൾക്ക് ഇന്ധനം ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പിലെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് നഗരസഭയിലെ വാഹനങ്ങളിലും പുല്ലുവെട്ടുന്ന മെഷീനുകളിലും ഉപയോഗിക്കുന്നതിനായി പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം ലഭ്യമാകുന്നില്ലെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഇന്ധനം ലഭിക്കാത്തതിനാൽ നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ദൈനംദിന ജോലികൾക്കായി പെട്രോൾ വാങ്ങാൻ രാവിലെ പമ്പിലെത്തിയ ജീവനക്കാരോട് കുടിശ്ശിക തീർക്കാതെ ഇന്ധനം നൽകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പമ്പുടമ മടക്കി അയക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് അംഗം ബിജു സി ബേബി പറഞ്ഞു. പെട്രോൾ പമ്പിൽ 4 ലക്ഷം രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നഗരസഭ കൊടുക്കാനുള്ളതെന്നും പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത നഗരസഭയിൽ ഭരണം എങ്ങനെ മുന്നോട്ടു പോകുമെന്നും ബിജു സി ബേബി ചോദിച്ചു. 4 ലക്ഷം രൂപയാണ് നഗരസഭ പെട്രോൾ പമ്പിൽ കൊടുക്കാനുള്ളത്. ഈ പൈസ കൊടുക്കാൻ ഇന്ന് നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഒരു പുല്ല് വെട്ടുന്നതിന് അല്ലെങ്കിൽ നഗരസഭയുടെ വണ്ടി ഓടുന്നതിന് പെട്രോൾ അടിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത ഒരു നാണം കെട്ട ഒരു ഭരണമാണ് ഇന്ന് നഗരസഭയിൽ നടക്കുന്നത്. ഇതിനെതിരെ നഗരസഭയിൽ പുല്ല് വെട്ടുന്നത് അതുപോലെയുള്ള പ്രവർത്തികളെല്ലാം നിലച്ചിരിക്കുകയാണ്. അടിയന്തരമായി ചെയർമാൻ ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ഇതുപോലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കൌൺസിലർമാരായ ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിനി മോൻസി, മിഷ സെബാസ്റ്റ്യൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം നഗരസഭയിൽ ഭരണസമിതി നടത്തുന്ന വികസന പ്രവർത്തികൾക്കെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് നടത്തുന്നത് ആശയ ദാരിദ്ര്യ സമരമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആരോപിച്ചു. വസ്തുതകൾ മനസ്സിലാക്കാതെയും പഠിക്കാതെയുമാണ് കോൺഗ്രസ് ഓരോ സമരവും നടത്തുന്നത്. ഇത് കേവലം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി മാത്രമാണ്. നിസ്സാര കാര്യങ്ങൾ പോലും പെരുപ്പിച്ച് കാണിച്ച് നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള സമരമാണെന്നും ജനപിന്തുണയുള്ളതുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി.
ഇന്ധന വിതരണത്തിൽ 11,710 രൂപയാണ് ഒക്ടോബർ മാസത്തിൽ കുടിശ്ശികയുള്ളത്. ഇത് ഉടൻ നൽകാമെന്ന് അറിയിച്ചതോടെ നഗരസഭയ്ക്ക് ഇന്ധനം നൽകാമെന്നും ഉടമ അറിയിച്ചതായി ചെയർപേഴ്സൺ പറഞ്ഞു. ഇന്ധനം അടിച്ച വകയിൽ നവംബർ മാസത്തിലെ ബിൽ 1,53,287 രൂപയാണ്. അത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. 3 മാസം കൂടുമ്പോഴാണ് സാധാരണ ഇത്തരം ബില്ലുകൾ കൊടുത്തു തീർക്കാറുള്ളത്. എന്നാൽ നഗരസഭയിൽ ഇത്തരത്തിൽ കാലതാമസം വരുത്താറില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. പക്ഷേ ഈ നവംബർ മാസത്തിൽ അടച്ചുള്ള ബില്ല് ഡിസംബർ മാസത്തിൽ ഇതാ അതിൻ്റെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുക. 53,287 രൂപ. അത് അയാൾ പച്ച മാർക്ക് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നതാ. അപ്പോൾ 1,53,287 രൂപയാണ് നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ കൊടുക്കുന്നത്. ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട അതിൻ്റെ രേഖകൾ തയ്യാറായിട്ടുണ്ട്, ബില്ല് തയ്യാറായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി പോകുന്ന ഒരു ഭരണസമിതി തന്നെയാണിത്. ഈ ഭരണസമിതിയെ ചളിവാരി തേക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ആരായാലും ഇതാണ് വസ്തുത. കരുതിക്കൂട്ടി ഭരണസമിതിയെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസിനെ ആശയദാരിദ്ര്യം കാരണമാണ് ഇത്തരം സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും ഇത് തികച്ചും ഖേദകരമാണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. നഗരസഭ ദാരിദ്ര്യത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ആഭാസ സമരമാണ് ഇത്. ജനങ്ങൾ തിരിച്ചറിയും ഇതിന്റെ എന്താണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് എന്നുള്ള വസ്തുതയും കൂടി വെളിച്ചത്ത് കൊണ്ടുവരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. CCTV ന്യൂസ്, കുന്നംകുളം. മതമൈത്രിയുടെ ഉദാത്ത മാതൃകയിൽ ചെറായി ശ്രീ ഭുവനേശ്വരി ഭജന സമിതി നേതൃത്വത്തിൽ തെക്കത്ത് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഭജനോത്സവം നടന്നു. പടിഞ്ഞാക്കര കളരിയിൽ നിന്ന് കർപ്പൂരാഴിയോടുകൂടി പൂത്താലം എഴുന്നള്ളിപ്പ് ഭജന പന്തലിൽ എത്തിച്ചേർന്നു. യുവരാജ മന്നാടിയാർ മീനാട് വിനായകൻ തിടമ്പേറ്റി. ഭജന പന്തലിൽ കെട്ടുങ്ങൽ ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾക്ക് സ്വീകരണവും ഉണ്ടായിരുന്നു. പള്ളി ഇമാം സലീം സക്കാഫിയുടെ നേതൃത്വത്തിൽ ഭാരവാഹികളായ നിഷാദ്, റാഫി, അലി, മുസ്തഫ എന്നിവരാണ് ഭജന പന്തലിലെത്തിയത്. തുടർന്ന് അയ്യപ്പനാമം ഭജൻസിന്റെ നേതൃത്വത്തിൽ ഭജന ഉണ്ടായി. ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഒരുക്കിയിരുന്നു. കപ്പ്യാരത്ത് ബാബു, അശോകൻ, ബിജീഷ്, അനിയൻ എന്നിവർ നേതൃത്വം നൽകി. വെസ്റ്റ് മങ്ങാട് പൊന്നം മുതൽ മങ്ങാട് വരെയുള്ള 1/2 കിലോമീറ്റർ ദൂരത്ത് റോഡ് പണി പൂർത്തിയായില്ല. പ്രദേശവാസികൾ ദുരിതത്തിൽ. നിലവിലെ റോഡ് പൂർണ്ണമായും പൊളിച്ച് വലിയ മെറ്റൽ വിരിച്ചിരുന്നു. റോഡ് ഉടനടി ആധുനിക രീതിയിൽ നിർമ്മിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ടാറിങ്ങും നടത്തിയില്ല. 1/2 കിലോമീറ്റർ ദൂരം റോഡ് അടച്ചിട്ടതിനാൽ ഈ ഭാഗത്തെ വീട്ടുകാർ ദുരിതത്തിലായി. സമീപത്തെ റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടും ഈ ഭാഗം മാത്രം നന്നാക്കാതിരുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. പൊന്നം മുതൽ കക്കാട് വരെയും മങ്ങാട് സെന്റർ മുതൽ കിഴൂർ വരെയുള്ള റോഡുകൾ 2 വർഷം മുൻപ് ആധുനിക രീതിയിൽ നവീകരിച്ചിരുന്നു. അന്നും മങ്ങാട് സെന്റർ മുതൽ പൊന്നം വരെയുള്ള റോഡ് നന്നാക്കിയില്ല. പൊന്നത്തെ വീതി കുറഞ്ഞ പാലം പൊളിച്ചു പണിയുന്ന സമയത്താണ് റോഡുകൾ നവീകരിച്ചത്. ഇതോടെ പാലത്തിന്റെ ഇരുവശവും നന്നാക്കിയില്ല. ഒടുവിൽ റോഡ് നന്നാക്കാനായി പൊളിച്ചപ്പോൾ അതിവേഗത്തിൽ പണി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. റോഡ് പണി പൂർത്തിയാക്കി ഗതാഗത സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വികസിത ഭാരത് സങ്കല്പ യാത്രയ്ക്ക് പുഴയ്ക്കൽ ബ്ലോക്കിലെ അടാട്ട് പഞ്ചായത്തിൽ സ്വീകരണം നൽകി. മുതുവറ ക്ഷേത്ര മൈതാനത്ത് നടന്ന സ്വീകരണ യോഗം അടാട്ട് പഞ്ചായത്ത് അംഗം AB ബിജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ പദ്ധതികളിലെ കേന്ദ്ര അംഗങ്ങളായി വിജയകരമായി സംരംഭങ്ങൾ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളെ ചടങ്ങിൽ ആദരിച്ചു. ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കാനായുള്ള സൗകര്യം സ്വീകരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ചാത്തൻ കോൾപ്പടവ് പാടശേഖരത്ത് ഡ്രോൺ ഉപയോഗിച്ച് വളം തളിക്കുന്നത് കർഷകർക്ക് പരിചയപ്പെടുത്തി. അടാട്ട് പഞ്ചായത്ത് സെക്രട്ടറി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ, നബാർഡ് DBM സെബിൻ ആന്റണി, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജിത്ത്, ലത എന്നിവർ സംസാരിച്ചു. പുനർനിർമ്മാണം പൂർത്തീകരിച്ച ചൂണ്ടൽ ആശുപത്രി റോഡ് യാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. റോഡിന്റെ ആരംഭത്തിലെ 250 മീറ്ററോളം വരുന്ന മേഖലയിലാണ് അപകടം പതിയിരിക്കുന്നത്. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇടപെട്ടിട്ടും പരിഹാരം കാണാതെ പൊതുമരാമത്ത് വകുപ്പ്. ചൂണ്ടൽ, കൂനമുച്ചി, വെട്ടുകാട്, ആളൂർ മേഖലകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഭാഗമായുള്ള ആശുപത്രി റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്നതാണ് അപകട ഭീഷണിക്ക് കാരണമായി മാറിയിട്ടുള്ളത്. വീതി കുറഞ്ഞ മേഖലയിൽ സ്വകാര്യ ബസ്, ടിപ്പർ ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഇരുചക്രവാഹന യാത്രികർക്ക് റോഡിന്റെ വശത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. റോഡിന്റെ ഉയർച്ചയ്ക്ക് കാരണം ഇരുചക്രവാഹനം വശത്തേക്ക് ഒതുക്കിയാൽ സമീപത്തെ ഓടയിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. കാനയിലാണെങ്കിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കമ്പികളുമുണ്ട്. ഓടയുടെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിക്കുന്നതിനും കാനയില്ലാത്ത ഭാഗത്ത് ഐറിഷ് ഡ്രെയിൻ നിർമ്മിക്കുന്നതിനുമാണ് തീരുമാനിച്ചിരുന്നത്. കഴിഞ്ഞ മാസം 13-ന് മുരളി പെരുന്നെല്ലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും 1 മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല.
റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച തുകയിൽ നിന്ന് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണം ആരംഭിക്കുമെന്ന് വാക്ക് നൽകിയ ഉദ്യോഗസ്ഥരാകട്ടെ പറഞ്ഞ വാക്കുകൾ മറന്ന മട്ടാണ്. നിരവധി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ അപകടങ്ങളിൽപ്പെടാനുള്ള സാധ്യത നിലനിൽക്കെ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്നുള്ളത് തികഞ്ഞ നിസ്സംഗതയാണ്. CCTV ന്യൂസ്, കേച്ചേരി. പാർലിക്കാട് ശ്രീമദ് ഭാഗവത് സത്രത്തിന്റെ വിളംബര ഘോഷയാത്രയ്ക്ക് മുണ്ടത്തിക്കോട് പാതിരാക്കോട്ടുകാവിൽ വരവേൽപ്പ് നൽകി. ഭക്തസംഘടനകളുടെ ദ്രവ്യസമർപ്പണവുമുണ്ടായി. ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത്, നിയുക്ത പ്രസിഡന്റ് M. രാമകൃഷ്ണൻ, ട്രഷറർ M. ഗംഗാധരൻ, കോമരം മാരാത്ത് വാസുദേവൻ, ധനലക്ഷ്മി രാജഗോപാൽ, M. കമലാക്ഷി, M. രമാദേവി എന്നിവർ നേതൃത്വം നൽകി. മണലി പുലിച്ചക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. രാവിലെ വിശേഷാൽ പൂജകളോടെ തിരുവുത്സവ ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് 5-ന് അന്നദാനത്തിനായുള്ള ദ്രവ്യ സമർപ്പണം നടക്കും. തുടർന്ന് നിറമാല, ചുറ്റുവിളക്ക്, 10 സംഘങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളികൾ, നാമസങ്കീർത്തന പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം അന്നദാനവും ഉണ്ടാകും. 2ാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകളെ തുടർന്ന് ബിംബശുദ്ധി, ശുദ്ധ്യാദിക്രിയകൾ എന്നിവയും വൈകിട്ട് നാമസങ്കീർത്തന പ്രദക്ഷിണം, നിറമാല, ചുറ്റുവിളക്ക്, ആചാര്യവരണം, മുളയിടൽ, കൊടിക്കൂറ പൂജിക്കൽ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറും. അത്താഴപൂജ, ശ്രീഭൂതബലി, കാഴ്ചപ്പറ എന്നിവ നടക്കും. തുടർന്ന് മേളത്തിന്റെയും ആനയുടെയും അകമ്പടിയോടെ തിടമ്പ് തിരികെ എഴുന്നള്ളിക്കും. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. കൊടിയേറ്റത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും ശീവേലി, ശ്രീഭൂതബലി, വിളക്കാചാരം, വിളക്കെഴുന്നള്ളിപ്പ്, ഉത്സവബലി, വലിയ വിളക്ക്, പള്ളിവേട്ട എന്നിവയും ഉണ്ടാകും. 7ാം ദിവസം തിരുവുത്സവത്തിന്റെ പ്രധാന ചടങ്ങായ തിരുവാറാട്ട് നടക്കും. രാവിലെ 6-ന് പള്ളിയുണർത്തൽ, പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ശ്രീലകത്തേക്ക് പ്രവേശിക്കൽ, യാത്രാബലിയോടുകൂടി ആറാട്ടിനെഴുന്നള്ളിക്കൽ, വൈകിട്ട് 5-ന് ചിറനെല്ലൂർ കൂമ്പുഴ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ആറാട്ടുകടവിൽ പൂജാകർമ്മങ്ങൾക്ക് ശേഷം ആറാട്ട് നടത്തി ദീപാരാധനയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളിക്കും. ഉത്സവ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനം ഒരുക്കും. നടയ്ക്കൽ, പറസ്വീകരണത്തിന് ശേഷം കലശാഭിഷേകം, പട്ടും താലിയും ചാർത്തൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, അന്നദാനം എന്നിവയ്ക്ക് ശേഷം ഉത്സവാചാരങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്രചടങ്ങുകൾക്ക് മേൽശാന്തി വരവൂർ പുതുമന കാർത്തിക് എമ്പ്രാന്തിരിയും, ഉത്സവ ചടങ്ങുകൾക്ക് തായങ്കാവ് ദേവസ്വം ഓഫീസർ PV ഹരിശങ്കർ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുതിയ കോമരത്തിന് കലശമാടി. മുണ്ടത്തിക്കോട് കണ്ണച്ചാട്ടിൽ വീട്ടിൽ രാജേഷ് നായരാണ് പുതിയ കോമരമായി ചുമതലയേറ്റത്. 41 ദിവസത്തെ ഭജനമിരിക്കൽ ചടങ്ങിന് ശേഷമാണ് കലശമാടി കോമരമായി അവരോധിച്ചത്. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ജയചന്ദ്രൻ എമ്പ്രാന്തിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രമൂരാളന്മാരായ കൊട്ടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ, രാജൻ നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K. ശങ്കരൻകുട്ടി മാസ്റ്റർ, സെക്രട്ടറി കക്കാട്ട് ഗോവിന്ദൻകുട്ടി, ചീഫ് കോർഡിനേറ്റർ വെളുത്താർ വീട്ടിൽ ശിവശങ്കരൻ, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ എന്നിവർ നേതൃത്വം നൽകി. മദ്യത്തിൽ വിഷം ചേർത്ത് കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. ഗുരുവായൂരിങ്ങപ്പുറം ചുള്ളിപ്പറമ്പിൽ 70 വയസ്സുള്ള പ്രഭാകരനാണ് മരിച്ചത്. കഴിഞ്ഞ 16 രാത്രി 7:30 വീട്ടിൽ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 7:30 മരണം സംഭവിച്ചത്. കുന്നുകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. കമനീയമായി അലങ്കരിച്ച ആശുപത്രി അങ്കണത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ച് ക്രിസ്മസ് സന്ദേശം നൽകി. സമ്മേളനത്തിൽ പുതുതായി കോറെപ്പിസ്കോപ്പമാരായി തെരഞ്ഞെടുക്കപ്പെട്ട യോഹനാൻ കോറെപ്പിസ്കോപ്പിയെയും യൗസെഫ് കോറെപ്പിസ്കോപ്പിയെയും മൊമന്റോ നൽകി ആദരിച്ചു. സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൻസി അബ്രഹാം, കോറെപ്പിസ്കോപ്പമാർ എന്നിവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. തുടർന്ന് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ഗാനാലാപനവും ഉണ്ടായി. ചാലിശ്ശേരി CSI സെന്റ് ലൂക്സ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചു. ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പള്ളിക്ക് മുൻവശം 20 അടി ഉയരത്തിൽ വലിയ വാൽനക്ഷത്രം സ്ഥാപിച്ചു. രാത്രിയിൽ പ്രകാശിക്കുവാൻ 20 LED ട്യൂബുകളും ക്രിസ്മസ് ആശംസകൾ നേർന്നുള്ള സ്റ്റിക്കറുകളും നക്ഷത്രത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്.
ഇടവക വികാരി ഫാദർ KC ജോൺ ആശീർവാദം നടത്തി. ഇടവക സീനിയർ അംഗം CM പീറ്റർ നക്ഷത്രം സ്വിച്ച് ഓൺ ചെയ്തു. ഇടവകയ്ക്ക് കീഴിലുള്ള എല്ലാ വീടുകളിലും പള്ളിക്ക് സമീപമുള്ള വീടുകളിലും ക്രിസ്തുമസ് സന്ദേശം അറിയിച്ചുള്ള കരോൾ സംഘമെത്തും. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച് മധുരവിതരണം ഒരുക്കിയും നടക്കുന്ന കരോൾ 22-ന് സമാപിക്കും. 24 ഞായറാഴ്ച വൈകിട്ട് സൺഡേ സ്കൂൾ വാർഷികം ഓട്ടുപാറ പള്ളി വികാരി ഫാദർ സാബു K ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ക്രിസ്തുമസ് സന്ദേശം നൽകും. 25-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7-ന് ക്രിസ്മസ് തിരുവത്താഴ ശുശ്രൂഷ നടക്കും. നക്ഷത്രങ്ങൾ ഒരുക്കുന്നതിന് ഇടവക വികാരി ഫാദർ KC ജോൺ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. പുന്നൂർ പഞ്ചായത്ത് 56 നമ്പർ അംഗൻവാടിയിൽ ക്രിസ്മസ് ആഘോഷം നടന്നു. കേക്ക് മുറിച്ച് വാർഡ് മെമ്പർ ബിൻസി റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ഓളങ്ങാട്ട്, ഹുസൈൻ അകലാട്, നസീമ മജീദ്, അംഗൻവാടി അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുരുന്നുകൾ സാന്താക്ലോസിന്റെ വേഷമണിഞ്ഞാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ ആഘോഷിച്ചു. കൊരട്ടിക്കര കുരിശുപള്ളിയിൽ നടന്ന ക്രിസ്മസ് ആഘോഷം ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കോടിയിൽ ഉദ്ഘാടനം ചെയ്തു. CV ഷാബു മാസ്റ്റർ ക്രിസ്മസ് സന്ദേശം നൽകി. യൂണിറ്റ് അംഗങ്ങൾ ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. സാന്താക്ലോസ് മധുര വിതരണം നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CU വിൽസൺ, സെക്രട്ടറി സാബൂസ് കറിയാച്ചൻ, ജോയിന്റ് സെക്രട്ടറി സിജു താരുകുട്ടി, ട്രഷറർ ആൻസിയ സിജു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ വർഗീസ് കണ്ണനായ്ക്കൽ, PC താരുകുട്ടി എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ആരംഭിച്ചു. ഭരണസമിതിയുടെ 36 മാസം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്ന് 36 പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ 2023 ഡിസംബർ 18 മുതൽ 2024 ജനുവരി 30 വരെ നിർവഹിക്കും. 2.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് 50 പേർക്ക് കട്ടിൽ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറി AS ഷനിബ പദ്ധതി വിശദീകരണം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗമായ ടെസ്സി ഫ്രാൻസിസ്, ബീന രമേശ്, മൈമുന ഷബീർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആനായ്ക്കൽ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിഭവൻ പരിധിയിലുള്ള ആനായ്ക്കൽ പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. 150 ഏക്കർ സ്ഥലത്താണ് ഈ വർഷം കൃഷിയിറക്കിയത്. ജ്യോതി, ഉമ, പൊന്മണി തുടങ്ങിയ വ്യത്യസ്ത നെൽവിത്താണ് കൃഷിയിറക്കിയത്. കുന്നംകുളം കൃഷിഭവൻ പരിധിയിൽ 5 പാടശേഖരങ്ങളാണുള്ളത്. കാണിയാമ്പാൽ, കക്കാട്, കുട്ടംകുളം, അയ്യപ്പത്ത് തുടങ്ങിയ പാടശേഖരങ്ങളിലും വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു. ചിലയിടങ്ങളിൽ മഴ ഭീഷണി നിലനിൽക്കുന്നുവെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല വിളവ് ഇപ്രാവശ്യം ലഭിക്കുമെന്നും കർഷകർ പറയുന്നു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നഗരസഭയിൽ നിന്നുമാണ് എല്ലാ പാടശേഖരങ്ങൾക്കും നെൽവിത്ത് സൗജന്യമായി ലഭ്യമാക്കിയത്. കൃഷി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മണ്ണ് പരിശോധന നടത്തിയിരുന്നു. കൃഷി വകുപ്പ് ആവശ്യമായ അളവിൽ കുമ്മായവും വിതരണം ചെയ്താണ് കൃഷി ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ആനയ്ക്കൽ പാടശേഖരത്ത് അടുത്തൊന്നും ഇതുപോലെയുള്ള ഒരു കൊയ്ത്തുത്സവം ഉണ്ടായിട്ടില്ല. കൃഷി ഇറക്കുന്നതും ഒരു ആഘോഷം തന്നെയാണ്. അതുപോലെ തന്നെ വിളവെടുക്കുന്നതും വലിയൊരു ആഘോഷം തന്നെയാണ്. ഈ യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള നടിലും അതുപോലെ തന്നെ വിളവെടുക്കുന്നതിന് കൊയ്ത്ത് നടത്തുന്നതിനുള്ള യന്ത്രങ്ങളുമൊക്കെ ചെലവ് കുറച്ചുകൊണ്ട് കൃഷി ലാഭമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനും അതിൻ്റെ നേതൃത്വം തരുന്നതിനും വേണ്ടി കൃഷി ഓഫീസർ സജ്ജമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. ചടങ്ങിൽ പാടശേഖര സമിതി സെക്രട്ടറി KB അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ, പാടശേഖര സമിതി പ്രസിഡന്റ് ഷാജി ദാസ്, കൌൺസിലർമാരായ TB ബിനീഷ്, വിനോദ്, കർഷകരായ ഷോബി, ജയ്സിംഗ്, ശ്രീദേവി ബാബു എന്നിവരും പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണം 8ാം വർഷത്തിലേക്ക്. ഇതുവരെ 2 കോടിയോളം പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ വീടുകളിൽ നിന്ന് ശേഖരിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നൽകിയത്. തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ 7 വർഷമായി മുടങ്ങാത്ത കാഴ്ചയാണ് ഈ പൊതിച്ചോറ് വിതരണം. ഡിവൈഎഫ്ഐയുടെ വേലൂർ മേഖലാ കമ്മിറ്റിക്കായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പൊതിച്ചോറ് നൽകാനുള്ള ഊഴം. ദിവസവും 500 പൊതിച്ചോറ് എന്ന രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ് ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്നത്. ഓരോ മേഖലാ കമ്മിറ്റികൾ തിരിഞ്ഞാണ് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുക. ഡിവൈഎഫ്ഐ വേലൂർ മേഖലാ സെക്രട്ടറി ബിബിൻ KP, മേഖലാ പ്രസിഡന്റ് വിനിൽ TS, മേഖലാ ട്രഷറർ രഞ്ജിത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്മിജിഷ, അതുല്യ, സുമേഷ്, ഷാനിൽ കൃഷ്ണദാസ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കോട്ടൂർ ശ്രീ അസുര മഹാകാളം ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന കളമെഴുത്തുപാട്ട് മഹോത്സവം സമാപിച്ചു.
തിങ്കളാഴ്ച രാവിലെ 5-ന് നട തുറക്കൽ, വിശേഷാൽ പൂജകൾ, 10-ന് ഉച്ചപ്പാട്ട്, വൈകിട്ട് 6:30-ന് ദീപാരാധന, അത്താഴപൂജ, മുല്ലയ്ക്കൽപ്പാട്ട്, മേളം, താലമെഴുന്നള്ളിപ്പ്, ഈടും കൂറും, കളപ്രദക്ഷിണം, കളംപൂജ, കളംപാട്ട്, കളംപൊലി, കളത്തിലാട്ടം, നാളികേരമേറ്, കളം മായ്ക്കൽ, കളംപാട്ടിന്റെ കൂറവലിക്കൽ തുടങ്ങി ചടങ്ങുകൾ നടന്നു. ഈ വർഷം കാട്ടകാമ്പാൽ കല്ലാറ്റ് മണികണ്ഠൻ കുറുപ്പിന്റെ നേതൃത്വത്തിൽ 32 കളംപാട്ടാണ് നടത്തിയത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി നേതൃത്വം നൽകി. അവസാന കളപ്പാട്ടും സമാപന ചടങ്ങുകളും ക്ഷേത്രത്തിലെ ഭജന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. സമാപന ദിവസ ചടങ്ങുകൾക്ക് ഭജന കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. നവകേരള നഗരനയ കമ്മീഷൻ അംഗമായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസിനെ സർക്കാർ നാമനിർദ്ദേശം ചെയ്തു. ഒരു ചെയർമാൻ, 2 വൈസ് ചെയർമാൻമാർ, 7 അംഗങ്ങൾ തുടങ്ങിയതാണ് കമ്മീഷൻ. ഇതിലൊരംഗമായിട്ടാണ് കേരള നഗരസഭാ ചേംബറിന്റെ ചെയർമാൻ കൂടിയായ കൃഷ്ണദാസിനെ തെരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷന് രൂപം നൽകിയത്. നവകേരള നഗര വികസന നയം ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് കമ്മീഷനെ നിയമിച്ചത്. നഗരവൽക്കരണത്തെക്കുറിച്ചുള്ള ആഗോള കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ കമ്മീഷൻ പ്രവർത്തിക്കും. കുന്നോളം ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തി വന്നിരുന്ന അണ്ടർ 17 വിഭാഗം പെൺകുട്ടികളുടെ കേരള ഫുട്ബോൾ ടീമിന് യാത്രയയപ്പ് നൽകി. ബീഹാറിലെ പാറ്റ്നയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ഡിസംബർ 14-നായിരുന്നു മത്സരാർത്ഥികളുടെ ക്യാമ്പ് ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷെബീർ എന്നിവർ ഗ്രൗണ്ടിലെത്തി കായിക താരങ്ങളെ പരിചയപ്പെടുകയും വിജയാശംസകൾ നേരുകയും ചെയ്തു. ഇന്ന് മുതൽ തുടങ്ങുന്ന നിങ്ങളുടെ പരിശീലനം കുന്നംകുളത്ത് ഏറ്റവും വിജയകരമായി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കണം. ഇവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കേരള ടീമായിട്ട് നിങ്ങൾ മത്സരിക്കാൻ പോകുമ്പോൾ നിങ്ങളെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സൗകര്യം, ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ബഹുമാനപ്പെട്ട കുന്നംകുളം MLA മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അണ്ടർ 17 തലത്തിൽ കളിക്കാനായിട്ട് ബീഹാറിലേക്ക് പോവുകയാണ്. എല്ലാ വിജയാശംസകളും നേരെയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ 5 ദിവസം എടുത്ത പരിശീലനം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ MK സോമൻ, സ്കൂൾ പ്രിൻസിപ്പാൾ PI റിസിയ, കായിക അധ്യാപകൻ ശ്രീനേഷ്, കായിക പരിശീലകർ എന്നിവർ സംബന്ധിച്ചു. അതേസമയം അണ്ടർ 19 അത്ലറ്റിക്സ് കേരള സ്കൂൾ ടീമിന്റെ ക്യാമ്പ് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. 33 പെൺകുട്ടികളും 34 ആൺകുട്ടികളും അടങ്ങുന്ന 67 അത്ലറ്റുകളും 10ഓളം ഒഫീഷ്യൽസും ക്യാമ്പിലുണ്ട്. മഹാരാഷ്ട്രയിൽ വെച്ചാണ് ദേശീയ അണ്ടർ 19 കായികമേള നടക്കുക. അത്ലറ്റിക്സ് കേരള സ്കൂൾ ടീമിനെയും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷെബീർ എന്നിവർ പരിചയപ്പെട്ടു. അത്ലറ്റിക്സ് കേരള സ്കൂൾ ടീമിന്റെ ക്യാമ്പ് 23 വരെ നടക്കും. CCTV ന്യൂസ്, കുന്നംകുളം. വെൽഫെയർ പാർട്ടി കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് MH റഫീഖ് നയിക്കുന്ന പ്രക്ഷോഭയാത്രയ്ക്ക് എരുമപ്പെട്ടിയിൽ തുടക്കമായി. കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നത്. എരുമപ്പെട്ടി സെന്ററിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലാ വൈസ് പ്രസിഡന്റ് KS നവാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ ഹസൻ, വ്യൂമൺ ജസ്റ്റിസ് സംസ്ഥാന സമിതി അംഗം സുലൈഖ അസീസ്, KB സുരേഷ്, ഷമീറ നാസർ, അഷ്റഫ് മങ്ങാട് എന്നിവർ സംസാരിച്ചു. സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി DYFI വേലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടന്ന യോഗം SFI ജില്ലാ കമ്മിറ്റി അംഗം PS സുബില ഉദ്ഘാടനം ചെയ്തു. CPM വേലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവും വേലൂർ മേഖലാ പ്രസിഡന്റുമായ വിനിൽ TS, SFI ജില്ലാ കമ്മിറ്റി അംഗവും DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ അജയരാജ് JR, രഞ്ജിത്ത് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സർവകലാശാലകളെ വർഗീയവൽക്കരിക്കുന്ന ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ DYFI പഴഞ്ഞി മേഖലാ കമ്മിറ്റി ജെറുസലേം സെന്ററിൽ പ്രതിഷേധ സംഗമവും കോലം കത്തിക്കലും നടത്തി. DYFI ബ്ലോക്ക് സെക്രട്ടറി PJ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് നിതിൻ വിജയൻ അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ, നേതാക്കളായ മുരളി മുകുന്ദൻ, PA യദുകൃഷ്ണൻ, യശ്വന്ത്, സന്ധ്യ സജിത്ത് എന്നിവർ സംസാരിച്ചു. പോർക്കുളം കുതിരപ്പാടത്ത് മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്ത് ആരംഭിച്ചു. കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിച്ചതും കീടബാധ കുറഞ്ഞതും മൂലം മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. 60 ഏക്കർ പാടത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. പാടത്ത് ചെളി നിറഞ്ഞത് കൊയ്ത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. ഒരാഴ്ച മുൻപ് പെയ്ത കനത്ത മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. വെള്ളം വറ്റിയെങ്കിലും പാടങ്ങളിൽ ചെളി നിൽക്കുന്നത് കൊയ്തെടുക്കാൻ സമയം കൂടുതലെടുക്കാൻ കാരണമാകുന്നു. കുതിരപ്പാടത്തിന് സമീപം റോഡരികിൽ നടപ്പാത നിർമ്മിച്ചത് നെല്ല് കൂട്ടിയിടാൻ കർഷകർക്ക് സൗകര്യപ്രദമായി. എയ്യാർ ശ്രീ കോഴിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര പുനരുദ്ധാരണ യജ്ഞത്തിന്റെ ധനസമാഹരണ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും.
പെരുമ്പലാവ് അൻസാർ വിമൻസ് കോളേജിലെ അറബിക് വിഭാഗം ലോക അറബിക് ദിനം ആചരിച്ചു. ൽവാദ് അറബിക് എക്സ്പോ സമസ്ത കേരള ജമുഅത്തുൽ ഉലമ ഹിന്ദ് കേരള ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഹാഷിം ഹദാദ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അറബിക് വിഭാഗം പുറത്തിറക്കിയ ചുമർ പത്രം നൂർ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ സിഇഒ ഡോക്ടർ നജീബ് മുഹമ്മദ് പ്രകാശനം ചെയ്തു. കരിക്കാട് ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സത്താർ അൻവരി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കമാലുദ്ദീൻ KT, അൻസാർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ ഷാജു മുഹമ്മദ് ഉണ്ണി, അൻസാർ മഹല്ല കമ്മിറ്റി പ്രസിഡന്റ് NK മൊയ്തീൻ, വൈസ് പ്രിൻസിപ്പൽ ആരിഫ് TA തുടങ്ങിയവർ സംസാരിച്ചു. അറബിക് വിഭാഗം മേധാവി തൊയ്ബ MK, അധ്യാപകരായ മർലിയ, ഷാഹിന K തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൃദയം ദേവാലയം വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുന്നൂർക്കുളം സെക്ടർ സംഗമം നടന്നു. 3 വർഷം മുൻപാണ് ഹൃദയം ദേവാലയം വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. 41 പേരടങ്ങിയ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തികളാണ് നടത്തിയത്. അണ്ടത്തോട് തങ്ങൾപ്പടി കൊഞ്ഞത്ത് നഗറിൽ നടത്തിയ സംഗമത്തിൽ കടിക്കാട് സ്വദേശികളും പൂനെയിൽ സ്ഥിരതാമസക്കാരുമായ പുനിയത്ത് ചന്ദ്രൻ ശാന്ത ദമ്പതികളെ ഗ്രൂപ്പ് അഡ്മിൻ സുൽഫിക്കർ അലി ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് നീർമാതള ചുവട്ടിലെ കമല സുരയ്യ അക്കാദമി സമുച്ചയ സന്ദർശനവുമുണ്ടായി. പുന്നൂർക്കുളം പ്രസിഡന്റ് M റാണ പ്രതാപ് മുഖ്യാതിഥിയായി. സുൽഫിക്കർ അലി അധ്യക്ഷത വഹിച്ചു. സെയ്ദ് മുഹമ്മദ്, വർഗീസ്, അബ്ദുൾ റസാഖ്, കമറുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എയ്യാൽ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിലെ വാർഷികം വെള്ളിയാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും. പ്രൊവിൻഷ്യ മദർ ഡോക്ടർ സിസ്റ്റർ സോഫി പേരമ്പാടം, എയ്യാൽ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, എരുവപ്പെട്ടി സബ് ഇൻസ്പെക്ടർ K അനുദാസ് തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ കലാപരിപാടികളും ഉണ്ടാകും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5750 രൂപ, സ്വർണം പവന് 46,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചർമ്മം കേച്ചേരി INTUC ചുമട്ടുതൊഴിലാളി യൂണിയൻ മുൻ അംഗം കൊടക്കാഞ്ചേരി പ്രഭാകരൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ചെറുതുരുത്തി പൊതുശ്മശാനത്തിൽ നടന്നു. കമല ഭാര്യയും പ്രസാദ്, പ്രമോദ് എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി കിഴക്കിയങ്ങാടി പുലിക്കോട്ടിൽ വീട്ടിൽ സണ്ണി ഭാര്യ ഗ്ലാഡിസ് നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഡോണി, ഡിനു, ഡീന എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പ്രശസ്ത ഇടയ്ക്കവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 5 മണിയോടെ വിടവാങ്ങുന്നത് ഇടയ്ക്കവാദനത്തിൽ തൻ്റേതായ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവ പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭ. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ചെറുവത്തൂർ ഗ്രൗണ്ടിലെ നവകേരള സദസ്സിന് വേദിയായ പന്തൽ ശക്തമായ കാറ്റിൽ നിലം പൊത്തി. അപകടത്തിൽ 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ഭക്തി പുരസ്സരം കുചേല ദിനാചരണം. അവിൽ പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ഭക്തർ കൊണ്ടുവന്ന അവിലും ദേവസ്വം പ്രത്യേകം കുഴച്ച് തയ്യാറാക്കിയ അവിലും ഭഗവാനെ പന്തിരടി പൂജയ്ക്ക് നിവേദിച്ചു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി പോലീസ് തല്ലിച്ചതയ്ക്കുന്നുവെന്ന് കോൺഗ്രസ്. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമം പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബ് ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv.